മലയാളികളുടെ ആറാട്ട്. ജയിലറിനു ശേഷം രജനീകാന്തിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം വേട്ടയൻ റിലീസിനൊരുങ്ങുമ്പോൾ മലയാളികളുടെ പൂരപ്പറമ്പാവുകയാണ് തമിഴ് സിനിമ. സിനിമാ ആരാധകരെ ഒരുപോലെ ആവേശം കൊള്ളിച്ച ചിത്രമായിരുന്നു ജയിലർ. നമുക്കറിയാം, ബോക്സ് ഓഫീസ് റെക്കോർഡ് തിരുത്തിക്കുറിച്ച ജയിലറിൽ നമ്മൾ കണ്ടത് മലയാളികൾ നിറഞ്ഞ ഒരു സ്ക്രീനാണ്. ഒരു ഭാഗത്ത് മലയാളി പ്രേക്ഷകൻ രജനി മോഹൻലാൽ കോംബോ കാത്തിരുന്നപ്പോൾ മറുവശത്ത് കട്ട വില്ലനിസവുമായി വിനായകൻ ഞെട്ടിച്ചു കളയുകയായിരുന്നു. തമിഴകത്തിനൊപ്പം മലയാളികളും ജയിലർ ആഘോഷമാക്കിയിരുന്നു. ആദ്യമായി മോഹൻലാൽ രജനീകാന്തിനൊപ്പം എത്തുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ടായിരുന്നു. ഇപ്പോഴിതാ വേട്ടയനിലും മലയാളി താരങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. നായികയായി മഞ്ജു വാര്യർ എത്തുന്നതോടൊപ്പം മലയാളികളെ ആവേശം കൊള്ളിക്കുന്ന പാട്ടും കൂടി എത്തിയതോടെ അടുത്ത ബോക്സ് ഓഫീസ് തകർക്കാനുള്ള രജനിയുടെ വരമാണ് ഇതെന്നാണ് ആരാധകർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ജയിലറിലെയും വിക്രമിലെയും പോലെ തന്നെ വേട്ടയനിലെയും മലയാളി താര തിളക്കമാണുള്ളത്. ഇപ്പോൾ മഞ്ജു വാര്യർ തുടങ്ങി സാബുമോൻ വരെയുള്ള മലയാളികളെ മാത്രമല്ല, ജൂനിയർ ആർട്ടിസ്റ്റുകളായും ഒരുപാട് മലയാളി അഭിനേതാക്കൾ ഉണ്ട് ഈ ചിത്രത്തിൽ. ഇതിനു മുൻപ് ലോകേഷ് കനകരാജിന്റെ വിക്രം എന്ന ചിത്രമായിരുന്നു വലിയ താരനിരയോടെ വന്നത്. ചിത്രത്തിൽ മലയാളികളുടെ സ്വന്തം ഫഹദ് ഫാസിലിന്റെ അഭിനയം ഞെട്ടിപ്പിച്ചു കളഞ്ഞു എന്ന് കമൽഹാസൻ വരെ പറഞ്ഞതാണ്. മലയാളികളുടെ മാത്രമല്ല, തെലുങ്ക്, തമിഴ് സിനിമകളിൽ ഇതിനോടകം തന്നെ അഭിനയിച്ച് ഞെട്ടിച്ച താരമാണ് ഫഹദ് ഫാസിൽ. വിക്രമിൽ ഫഹദിന് പിന്നാലെ ചെമ്പൻ വിനോദ്, ഹരീഷ് പേരടി, ഹരീഷ് ഉത്തമൻ, കാളിദാസ് ജയറാം, നരേൻ എന്നീ മലയാളി താരങ്ങളും ഞെട്ടിക്കുകയായിരുന്നു. സൂരജ് പോപ്സിനെ പോലെയുള്ള സഹനടന്മാരുടെ ഇടയിലും മലയാളികളുടെ വലിയ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിക്രം സിനിമ കേരളത്തിലും തകർത്ത് തന്നെയാണ് ഓടിയത്. അതിനുശേഷം എത്തിയ ജയിലറിലായിരുന്നു പിന്നീട് മലയാളി താരങ്ങൾ തകർത്താടിയത്. നെൽസൺ ചിത്രത്തിൽ വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമുള്ള മോഹൻലാലിന്റെ കാമിയോ റോളിനെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത്. മോഹൻലാൽ ജയിലറിൽ ഉണ്ടെന്ന് പ്രഖ്യാപിച്ചതു മുതൽ ആ കോംബോയ്ക്കായി സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയായിരുന്നു. അതിഥി വേഷത്തിലാണ് മോഹൻലാൽ ആ ചിത്രത്തിൽ എത്തിയിരുന്നതെങ്കിലും രജനീകാന്തിനൊപ്പം ഉയർന്നു നിൽക്കുന്ന തരത്തിലുള്ള വേഷമായിരുന്നു ജയിലറിൽ മോഹൻലാലിനുണ്ടായിരുന്നത്. അതേസമയം മാമന്നൻ സിനിമയിലെ വില്ലൻ റോളിലൂടെ ഫഹദ് തമിഴകത്ത് നേടിയ കയ്യടിക്ക് മുകളിലായിരുന്നു തമിഴ് സോഷ്യൽ മീഡിയയിൽ വിനായകനെ പ്രശംസിച്ച് എത്തിയ പോസ്റ്റുകൾ. ഒരു നിമിഷത്തിൽ രജനീകാന്തിനൊപ്പമോ അതിന് മുകളിലോ ഉള്ള പ്രകടനമായിരുന്നു വിനായകന്റേത് എന്നായിരുന്നു ആരാധകർ പറഞ്ഞത്. ക്രൂരനായ വർമ്മൻ എന്ന കഥാപാത്രമായി വിനായകൻ രജനിക്കൊപ്പം കട്ടയ്ക്ക് തന്നെ നിൽക്കുകയായിരുന്നു. തിയേറ്ററിൽ നിറഞ്ഞ കയ്യടിയാണ് വിനായകന് ലഭിച്ചത്. ഇപ്പോഴിതാ വേട്ടയനിലും മലയാളികളുടെ തരംഗം ഉണ്ടായിരിക്കുന്നു. ഫഹദ് ഫാസിൽ, മഞ്ജു വാര്യർ, സാബുമോൻ, അബ്ദുസമദ്, ഷബീർ കല്ലറക്കൽ എന്നീ മലയാള താരങ്ങളും അമിതാഭ് ബച്ചൻ, റാണ രഘുപതി, ശർവാനന്ദ്, ജിഷു സെൻഗുപ്ത, അഭിരാമി, രീതി സിംഗ്, തുഷാര വിജയൻ, രാമയ്യ സുബ്രഹ്മണ്യൻ, കിഷോർ റെഡ്ഡിൻ കിങ്സ്ലി, രോഹിണി, രവി മരിയ, റാവു രമേശ്, രാഘവ് ജൂയാൽ, രമേശ് തിലക്, ഷാജി ചെൻ, രക്ഷൻ സിംഗംബുലി, GM സുന്ദർ എന്നിവരുമാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ. ഫഹദിന്റെ മൂന്നാമത്തെ തമിഴ് സിനിമയാണ് വേട്ടയൻ. മഞ്ജു വാര്യരുടെ നാലാമത്തെ സിനിമയും. ഇതിലൊരു സിനിമ അണിയറയിൽ ഒരുങ്ങുകയാണ് ഇപ്പോൾ. ആക്ഷൻ ത്രില്ലറായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. 2 ദിവസം മുൻപ് സെൻസറിംഗ് പൂർത്തിയാക്കിയ ചിത്രത്തിന് US സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചത്. ഒക്ടോബർ 10-ന് ആഗോള റിലീസായി ചിത്രം പ്രേക്ഷകരുടെ മുന്നിലെത്തും. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരൻ അലിരാജ നിർമ്മിച്ച വേട്ടയൻ കേരളത്തിൽ വമ്പൻ റിലീസായി വിതരണത്തിന് എത്തിക്കുന്നത് ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ ഗോകുലം മൂവീസ് ആണ്.